അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, തുടർന്ന് സൂറത്ത് ഖലമിലെ 34 മുതൽക്ക് 41 വരെയുള്ള ഭാഗങ്ങളെ പരിഹസിക്കുന്നുണ്ട് ജബ്ബാർ. ആ ഭാഗം ഇങ്ങനെയാണ്: ഇന്നലിൽ മുത്തഖീന ഇന്ദ റബ്ബിഹിം ജന്നാത്തിൻ നഈം. മുത്തഖുകൾക്ക്, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത്, അവരുടെ റബ്ബിൻ്റെ അടുത്ത് സുഖപൂർണമായിട്ടുള്ള, അനുഗ്രഹപൂർണമായിട്ടുള്ള തോട്ടങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അഫനജഅലുൽ മുസ്ലിമീന കൽ മുജ്രിമീൻ. മുസ്ലിങ്ങളെ, അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന ആളുകളെ, ഇവിടെ മുസ്ലിം എന്ന് പറയുമ്പോൾ മുസ്ലിം സമുദായത്തിൽ പിറന്ന ആളുകൾ എന്നുള്ള അർത്ഥത്തിലല്ല, അള്ളാഹുവിനെ അനുസരിച്ച് അവന് വിധേയപ്പെടുന്ന ആളുകളെ കുറ്റവാളികളെപ്പോലെ നാം ആക്കുമെന്നോ. മാലക്കും കൈഫ തഹ്കുമൂൻ. എന്നിട്ട് ശത്രുക്കളോട് ഖുർആൻ ചോദിക്കുന്ന ചോദ്യമാണ്: നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? മാലക്കും കൈഫ തഹ്കുമൂൻ. നിങ്ങളെങ്ങനെയാണ് ഒരു തീരുമാനം എടുത്തു കളയുന്നത്? പരലോകവുമായി അല്ലെങ്കിൽ അള്ളാഹുവുമായൊക്കെ ബന്ധപ്പെട്ട സംഗതിയിൽ നിങ്ങൾക്കെങ്ങനെയാണ് ഒരു തീരുമാനം എടുക്കാൻ കഴിയുക? അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടക്കൂല എന്നും തങ്ങൾ പറയുന്നതാണ് നടക്കുക എന്നൊക്കെ പറയണമെങ്കിൽ അതിന് നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു തെളിവ് വേണമല്ലോ. എന്നിട്ട് ആ തെളിവുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറയുകയാണ്: അം ലക്കും കിതാബും ഫീഹി തദ്റുസൂന ഇന്നലക്കും ഫീഹി ലമാ തഖയ്യറൂൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ഭാഗത്തിൽ നിങ്ങൾ പഠിച്ചെടുക്കുന്ന വല്ല വേദവും വല്ല ഗ്രന്ഥവും, അള്ളാഹുവിങ്കൽ നിന്ന് ലഭിച്ച വല്ല വേദവും നിങ്ങളുടെ കയ്യിലുണ്ടോ? അംലക്കും ഐമാനുൻ അലൈന ബാലിഗത്തുനില യൗമിൽ ഖിയാമത്തി ഇന്നലക്കും ലമാ തഹ്കുമൂൻ. അല്ലെങ്കിൽ അന്ത്യനാൾ വരെ നിലനിൽക്കാവുന്നതും അല്ലെങ്കിൽ അന്ത്യനാളിൽ പോലും നിലനിൽക്കാവുന്നതും നിങ്ങൾക്ക് തീരുമാനമെടുക്കാവുന്നതുമായിട്ടുള്ള വല്ല അള്ളാഹുവിങ്കൽ നിന്നുള്ള വല്ല ശപഥവും അല്ലെങ്കിൽ വല്ല കരാറും നിങ്ങളുടെ കയ്യിലുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അങ്ങനെ വല്ല കരാറിലും ഏർപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ വിചാരിച്ചതാണ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത്. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളിങ്ങനെ തീരുമാനം എടുക്കുന്നത്? ഇത് ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും ഒക്കെ ഉള്ള ജബ്ബാറടക്കമുള്ള എല്ലാ നിഷേധികളോടുള്ള ഖുർആൻ്റെ ചോദ്യമാണ്. എന്നിട്ട് സൽഹും മജ്ജുഹും ബിദാലിക സഈം. അവരോട് ചോദിക്ക്, ഈ വാദവുമായിട്ട് നടക്കുന്ന ആളുകൾ ആരാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്? ഏത് വാദം? ഇങ്ങനെ ദൈവികമായിട്ടുള്ള ഒരു ഗ്രന്ഥത്തിൻ്റെ, വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അള്ളാഹുമായി നടത്തിയ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിത് പറയുന്നതെന്ന് വാദിക്കാൻ മാത്രം ധൈര്യമുള്ള ആരാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളത് എന്ന് അവരോട് ചോദിച്ചു നോക്ക്. അം ലഹും ശുറക്കാവു. അല്ലെങ്കിൽ അവർക്ക് ഇതൊക്കെ നേടിക്കൊടുക്കാവുന്ന വല്ല അള്ളാഹുവിൻ്റെതായിട്ടുള്ള വല്ല പങ്കാളികളോ, അതാണ് മാറ്റി നിർത്തിയിട്ട് പിന്നെ ഇതൊക്കെ നേടിക്കൊടുക്കാവുന്ന വല്ല പങ്കാളികളും അല്ലെങ്കിൽ ശുപാർശകരും അവർക്കുണ്ടോ? ഫൽയഅ്തു ബിശുറകാഇഹിം ഇൻ കാനൂ സാദിഖീൻ. എങ്കിൽ അവർ സത്യം പറയുന്നവരാണെങ്കിൽ അവർ അവരുടെ ഈ പങ്കാളികളെ, ശുപാർശകന്മാരെ കൊണ്ടുവരട്ടെ. അപ്പോൾ ഇവിടെ ജബ്ബാർ ഇതിനെ കളിയാക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യന് അവൻ ഇവിടെ നിന്ന് തീരുമാനിക്കുന്നത് പോലെയൊക്കെ അവൻ്റെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഇവൻ്റെ കാര്യത്തിൽ, മനുഷ്യൻ്റെ കാര്യത്തിൽ ദൈവത്തിന് അത്തരം തീരുമാനമൊന്നുമില്ല. പിന്നെ എന്ന് മാത്രമല്ല, ഇത് മുഹമ്മദ് ഖുറൈശികളോട് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ശത്രുക്കളോട് പറഞ്ഞപ്പോൾ അവർ പറയുന്നുണ്ട് മുഹമ്മദിനോട്, മുഹമ്മദ് അയ്യേ പറയണമെന്ന് ഞങ്ങൾക്ക് ഏശാൻ പോകുന്നില്ല, അതൊക്കെ നിനക്ക് തന്നെയാണ് സംഭവിക്കുക, ഞങ്ങൾ നിന്നെക്കാളൊക്കെ പിന്നെ ഉയർന്ന ജീവിത നിലവാരമുള്ള, ധാർമ്മിക നിലവാരമുള്ളവരാണ്, ഇയാണ് ഏറ്റവും മോശക്കാരൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജബ്ബാറിൻ്റെ മനോഗത അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിൽ പറയുന്ന സംഗതികളൊന്നും തന്നെ യേശൂല. താൻ വലിയ ധാർമ്മിക നിലവാരമുള്ള ആളാണ്, തൻ്റെ ഭാഗത്തുനിന്ന് തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് തനിക്കെങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കളയാമെന്നുള്ള ആ ഒരു മനോഗതവുമായിട്ടാണ്, ഇതേ ശത്രുക്കളുടെ മനോഗതവുമായിട്ടാണ് യഥാർത്ഥത്തിൽ ജബ്ബാറും പോകുന്നതെന്നാണ് ജബ്ബാറിൻ്റെ ഈ പരാമർശങ്ങൾ അല്ലെങ്കിൽ അവഹേളനപരമായിട്ടുള്ള, പരിഹാസപരമായിട്ടുള്ള ഈ വാഗ്ധോരണികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം. അപ്പോൾ ഇത്തരത്തിലുള്ള നിഷേധികളെ താക്കീത് നൽകിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇവർക്ക് എന്നല്ല, ഇവർ ആരെ തന്നെ വിളിച്ചാലും, ഏത് ശുപാർശകന്മാരെ കൊണ്ടുവന്നാലും
അവർക്ക് രക്ഷപ്പെടാനാവില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ അതിലൂടെ പറയുന്നത്. ജബ്ബാർ അത് നിഷേധിച്ചതുകൊണ്ട്